ഹായ്, വെൽക്കം ടു ക്രേസി വെജ്. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിലും സോഫ്റ്റായിട്ടും തയ്യാറാക്കാവുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരി 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്ന അതേ അരി തന്നെയാണ് അപ്പത്തിനും എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങ വേണം. അതിന് 1/2 കപ്പ് തേങ്ങ തിരുമ്മിയെടുക്കുക, അല്ലെങ്കിൽ കൈപ്പിടി കണക്ക് പറയുകയാണെങ്കിൽ ഒരു വലിയ പിടി തേങ്ങ എടുക്കുക. പിന്നെ പഞ്ചസാര വേണം, ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതായത് വലിയ സ്പൂണിന് 1.5 സ്പൂൺ പഞ്ചസാര എടുക്കുക. പിന്നെ ഈസ്റ്റ് വേണം, 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്, ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ. ഇനി നമ്മൾ സാധാരണ ചോറാണ് അരച്ചു കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പമൊക്കെ. ഇവിടെ ഞാൻ അതിന് പകരം അവിലാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് അവിൽ എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് കണക്ക് പറയുകയാണെങ്കിൽ ഒരു പിടി എടുക്കാം, ഒരു പിടി അവിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഈ മെഷറിംഗ് കപ്പിന് 1/2 കപ്പ് അവിലെടുക്കുക. ഇനി നമുക്കിത് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഈ 1/2 കപ്പ് അവിലേക്ക് അത് നെകരുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ അവിലൊന്ന് നെകന്ന് വരുന്ന രീതിയിൽ, അതിൻ്റെ മേളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അവിൽ ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. 2 മിനിറ്റ് ആയിട്ടുള്ളൂ. തണുത്ത വെള്ളത്തിൽ തന്നെയാണ് ഞാനിത് കുതിർക്കാനായിട്ട് വെച്ചത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു പിടി തേങ്ങ മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട. ഇനി പഞ്ചസാര വേണം. പഞ്ചസാര 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവ് കുറച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ മതിയെങ്കിൽ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈസ്റ്റ് 1/2 ടീസ്പൂൺ തന്നെ ചേർക്കുക. സാധാരണ നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടാണ് ഈസ്റ്റ് ചേർക്കുക. ഞാൻ ഡയറക്റ്റ് തന്നെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനൊരു 1/2 കപ്പ് വെള്ളം മതി. അല്ലെങ്കിൽ നിങ്ങൾ അളന്നെടുക്കുന്ന ഗ്ലാസ്സിലാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം തരികളില്ലാത്ത രീതിയിൽ അരച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ കയ്യിലിങ്ങനെ തരികൾ വരാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നല്ല ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് പുളിപ്പിച്ചെടുക്കണം. അപ്പോൾ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒന്നിൽ ഓവർനൈറ്റ് വയ്ക്കുക, വൈകിട്ട് അരച്ച് വെച്ചിട്ട് രാവിലെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ 6.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ അതേ മാവ് നല്ല തിക്കായിട്ടായിരിക്കുന്നത്, കാരണം നമ്മൾ വെള്ളം കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് ഡൈലൂട്ട് ചെയ്തെടുക്കണം. അത് ചുടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നല്ലപോലെ ചൂടാക്കിയ പാല് ചേർത്തിട്ടാണ് നമ്മൾ ഡൈലൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം എത്ര പാലിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ എടുക്കുന്ന അരിയുടെ അളവനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പം നമുക്ക് എത്ര തിക്കായിട്ടാണോ മാവ് വേണ്ടത് അതനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ദോശയുടെ മാവിൻ്റെയൊക്കെ ഒരു രീതിയിലാണ് സാധാരണ അപ്പത്തിൻ്റെ മാവ് എടുക്കുക. അപ്പോൾ നോക്കിയിട്ട് കലക്കി നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഡൈലൂട്ട് ചെയ്യാനായിട്ട് ചെറിയ ചൂടുള്ള പാൽ, അതായത് നമ്മൾ ഇങ്ങനെ വിരൽ താഴ്ത്തി നോക്കുമ്പോൾ അധികം ചൂടില്ലാത്ത രീതിയിൽ ചെറിയൊരു ചൂടിൽ ആണ് പാല് വേണ്ടത്. ഇപ്പം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടാക്കുക. ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം മാവ് കോരി ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാൻ ദോശ തവയിൽ ചുടുന്നതുകൊണ്ടാണ് ഇത്രയും കട്ടിയായിട്ട് മാവ് വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ അപ്പച്ചട്ടിയിലാണ് ചുടുന്നതെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് ഡൈലൂട്ടാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ മാവ് കോരി ഒഴിച്ച ശേഷം അതിനകത്ത് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ രീതിയിലുള്ള നിറയെ ഹോൾസ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഹോൾസ് വന്ന ശേഷം അടച്ചു വെക്കുകയാണെങ്കിൽ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അപ്പം തയ്യാറായിട്ട് വരും. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ തേങ്ങ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, പക്ഷേ തേങ്ങയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്, കാരണം നമ്മുടെ അവിൽ ചേർത്തിരിക്കുന്നത് പിങ്ക് നിറത്തിലുള്ള അവിലായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു കളറ്. ഇനി വെള്ള കളറിലുള്ള അവിലാണ് ചേർക്കുന്നതെങ്കിൽ നല്ല തൂവെള്ള കളറിലുള്ള അപ്പം തയ്യാറായിട്ട് കിട്ടും. വളരെ എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട്. അതുപോലെ വളരെ നല്ല സോഫ്റ്റായിട്ടും കിട്ടും. ഇതുപോലെ ഹോൾസ് വരുമ്പോൾ മാത്രം അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് സമയം കൊണ്ട് തന്നെ അപ്പം തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്പം ഇതുവരെ ചെയ്തിട്ട് വെള്ളയപ്പം ശരിയാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കിക്കോട്ടോ.
എളുപ്പം ആണ്, നല്ല എളുപ്പമാണ്. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് അധികം ചൂട് പോയാലും ഈ സോഫ്റ്റ്നെസ് പോകത്തില്ല, ഇതേപോലെ തന്നെ ഇരിക്കും. സാധാരണ അപ്പം ഭയങ്കര ഹാർഡായിട്ടല്ലേ ഇരിക്കുക തണുത്ത് കഴിയുമ്പം, പക്ഷേ ഇതങ്ങനെയല്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അധികം ഒന്നും മൊരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.